ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 81ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു ഫിഷ് ഫ്രൈ മെനു ആണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാബേജും കൊണ്ടുള്ള ഒരു സാമ്പാറാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതിന് കോമ്പിനേഷനായിട്ട് കായും വൻപയറും കൂടിയുള്ള ഒരു ഫ്രൈ ആണ്. ഫിഷ് ഫ്രൈക്ക് ഇന്ന് ഞാൻ സ്രാവാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം പപ്പടവും പിന്നെ കുറച്ച് സാലഡൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് കൊണ്ടുള്ള സാമ്പാറാണ്. അപ്പോൾ അതിന് സാമ്പാറിൻ്റെ മസാല നമുക്ക് ഫ്രഷ് ആയിട്ട് അരച്ചെടുക്കാം. അതിന് മല്ലി, മുളക്, കടലപ്പരിപ്പ്, ഉഴുന്ന്, ഉലുവ, ചെറിയുള്ളി, ജീരകം ഇതൊക്കെ കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. അതിനൊപ്പം കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മല്ലി മൂക്കുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മല്ലി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് മെല്ലെ നമ്മളിത് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിടാൻ മറക്കരുത്. മെല്ലെ മെല്ലെ വറക്കണം. തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്താലേ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി തണുപ്പിച്ച് അത്യാവശ്യം വെള്ളം ചേർത്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ മീഡിയം ഹൈയിൽ ഞാൻ പ്രഷർ കുക്ക് ചെയ്ത് തോരപ്പരിപ്പും ക്യാബേജും ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാബേജ് ഒന്ന് കുക്കാവുന്ന വരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ക്യാബേജ് നന്നായി കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് നന്നായി തിളയ്ക്കുന്ന വരെ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്തിട്ട് കറിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇത് തിളപ്പിക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിളയ്ക്കാൻ വെക്കാൻ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചെറിയൊരു എമൗണ്ടേ ചേർത്തിട്ടുള്ളൂ. ഇനി അതും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വറുത്തിടാൻ ഞാൻ വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, മുളക്, കരിവേപ്പില, പിന്നെ കായപ്പൊടി ഇത്രയും വറുത്തിട്ടാൽ നമ്മുടെ സാമ്പാർ റെഡി. ഇനി നമുക്ക് കായും വൻപയറും കൊണ്ടുള്ള ഉലർത്തൻ റെഡിയാക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ വൻപയർ പ്രഷർ കുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുക്ക് ചെയ്ത വെള്ളം കൂടി ഞാൻ ആ കുക്കറിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കായ മഞ്ഞപ്പൊടിയിൽ സോക്ക് ചെയ്ത് വെച്ചത്, മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് ഉള്ളി ഒന്ന് ചുവന്ന് വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉള്ളി ഒന്ന് മൂക്കുന്നവരെ നമുക്ക് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കായും പയറും കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ ബാക്കി വന്ന വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഉലർത്ത് റെഡിയാവും. അപ്പോൾ അതിന് മുമ്പ് ഇതിൽ എരിവിന് നമ്മളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉലർത്ത് റെഡിയാവും. അപ്പോൾ ഈ റെസിപ്പീസ് രണ്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.